കമ്മീസ് മുഷിയത്തിൽ കുറച്ചായിട്ട് ഒരു പോസ്റ്റഡ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പോയേക്കാം. ഇന്നിന്റെ കമ്പനി റൂട്ട് ദർബക്കാണ്. റെഡിമെയ്ഡ് സേഫ്റ്റി ഷൂസ്, ട്രോളി ബാഗ്, അങ്ങനത്തെ ഏത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ എവിടെ നിന്ന് നമ്മൾ എത്തിച്ചേരുട്ടാ. ദീർഘനേരത്തെ യാത്രയിലൊടുവിൽ ദർബിലെത്തി. ഇന്നൊക്കെ സെയിൽ ചെയ്യാനുള്ളത് ഈ ദുബായ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിലൊക്കെയാണ്. ഈ ഷോപ്പിൽ അധികം കൊടുക്കാനുള്ളത് ട്രോളി ബാഗാണ്. ഇവിടുത്തെ സെയിൽ ചെയ്യണ്ടോണം വേറെ ടോണുക്കുവാൻ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത ഷോപ്പിലേക്ക് എത്തി. ഇതും കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ കമ്മീസ് മുഷിയത്ത് പോകും. സാധനം ഇറക്കിയപ്പോൾ തന്നെ കടക്കാരെ സാധനം പൊട്ടിച്ചു നോക്കി. ട്രോളി ബാഗ് ആണെന്നുണ്ടെങ്കിൽ 2 വീലുണ്ട്, 4 വീലുണ്ട്, ഫൈബറും ഉണ്ട്, ലെതറും ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടി വേണ്ടി ഞാൻ കമ്മീസ്ക്ക് പോരാണ്. ചുരം കയറി കഴിഞ്ഞ ശേഷം ആ ബേലെത്തിയിട്ട് ഈ ബോർഡിന് കാണുമ്പോൾ മനസ്സിന് സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അധിക ദൂരമൊന്നുമില്ല കമ്മീസ്ക്ക്. കമ്മീസ് മുഷിയത്തിൽ എത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. സൂക്കിലെത്തിയപ്പോഴാണ് നമ്മളെ ഗിനീഷ് ചേട്ടന് നമുക്ക് പ്രോസ്റ്റ് കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. ഇപ്പൊ അൽബൈക്കിൽ ഇവിടെ പ്രോസ്റ്റും ഉണ്ട്. അൽബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ജിൻഷാദിന് പൊലിവായിട്ട് ജിൻഷാദും ചാടിക്കേറി. കുറച്ചു കാലം മുന്നേ വരെ ജിദ്ദയ്ക്ക് റിയാദൊക്കെ പോകുമ്പോഴാണ് അൽബൈക്ക് കഴിച്ചിരുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത ടൗണിലൊക്കെ അൽബൈക്ക് ഉണ്ട്. അങ്ങനെ അൽബൈക്കിന്റെ അവിടെ എത്തി. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി ഒരുപാട് ദൂരെയാണ് പാർക്കിംഗ് കിട്ടിയത്. ഫസ്റ്റത്തെ ഒരു വട്ടം വന്നപ്പോ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഷെയർ പറഞ്ഞ് തിരിച്ചു പോയാലോ എന്ന്. പിന്നെ ഒന്നും കൂടി കറങ്ങി വന്നപ്പോ പാർക്കിംഗ് കിട്ടി. പാർക്കിംഗ് ഒക്കെ കിട്ടിയ സമാധാനത്തിൽ അൽബൈക്കിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അവിടെയാണ് ഈ ഒടുക്കത്ത്. അത് കണ്ടപ്പോ ഗിനീഷ് ചേട്ടനും ഷെയറും പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയാലോ എന്ന്. ഇക്കാണ് ഇവന്റെ മുഖം കണ്ടപ്പോ പാവം തോന്നി. ഓനാണ് ഈ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അൽബൈക്ക് കഴിക്കുന്നത്. ഷെയർ ഫുഡ് ഓർഡർ ചെയ്ത് ഞാനും ഗിനീഷ് ചേട്ടൻ ജിൻഷാദും പാടെ മുകൾക്കും പോകുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒടുവിൽ ടേബിൾ കിട്ടി. ഡൈനിങ് മുകളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. ഞാനും ഗിനീഷ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ കോട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷെയർ ഫുഡ് കൊണ്ടുവന്ന്. ഇനി നമ്മൾ അടുത്ത പരിപാടി ഫുഡ് അറ്റാക്ക് ചെയ്യലാണ്. ഗിനീഷ് ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആകെ ടയർഡായി. മുകൾ ഭാഗത്ത് ഫാമിലിയൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ജിൻഷാദിന് ഫുഡ് കഴിക്കണതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ചെക്കന് അൽബൈക്കും കഴിക്കാൻ പറ്റി. ഞങ്ങളും ഹാപ്പി, ഓനും ഹാപ്പി. ഈ അൽബൈക്ക് ആകെ പ്രശ്നം പറഞ്ഞാൽ തൂമും കച്ചപ്പൊന്നും എക്സ്ട്രാ കിട്ടും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കയ്യൊക്കെ കഴിയുമ്പോഴും ഇന്ത്യ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അന്നും ഇന്നും ഫുഡ് ആസ്വദിച്ചിട്ട് മെല്ലെ കഴിക്കുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ്. ജിൻഷാദ് അതിന്റെ ഇടയ്ക്ക് ആർക്കൊക്കെ വിളിച്ചു പറയണ്ടെന്ന് ഞാൻ അൽബൈക്ക് കഴിച്ചു പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയുള്ളൂ. ബാക്കി നാളെ.